ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഫിനിഷിംഗ് സ്റ്റേജിന് കഴിഞ്ഞതിന് ശേഷമുള്ള ബാത്റൂമിൻ്റെ എന്തായിരിക്കും എൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ്. നമ്മൾ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് എന്തായിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമേ തന്നെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ 8 അടി, അതായത് 240 സെൻറ്റിമീറ്റർ വരുന്ന നമ്മുടെ ബാത്റൂമിൻ്റെ ഏരിയ ആണ് വന്നത്. 240 സെൻറ്റിമീറ്ററാണ് അതിന് നീളം വരുന്നത്. 60 സെൻറ്റിമീറ്റർ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തു. 90 സെൻറ്റിമീറ്റർ നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു. പിന്നെ 90 സെൻറ്റിമീറ്റർ നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുത്തു. അപ്പോൾ ടോട്ടൽ വരുന്ന സമയത്ത് 240 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇതാണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് തന്നെ ടേബിൾ ടോപ്പാണ് വാഷ് ബേസിന് കൊടുത്തിരിക്കുന്നത്. അതായത് ടേബിൾ ടോപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 60 സെൻറ്റിമീറ്റർ കൊടുത്താൽ നമുക്ക് അറേഞ്ച് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ടാപ്പ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ വീടാണെങ്കിൽ ഏറ്റവും നല്ലത്, അതായത് എൻ്റെ സെൻറ്ററിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ വാഷ് ബേസിനോട് ചേർത്ത് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് നമ്മുടെ കൺസീൽഡ് ഫ്ലഷാണ്. കൺസീൽഡ് ഫ്ലഷ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് ഒരു 4 ഇഞ്ച് പ്രൊജക്ഷൻ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വേറെ കാര്യമൊന്നുമില്ല, എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേഫ്റ്റി, അതായത് വീടിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഭിത്തിയുടെ അകത്താണ് നമ്മൾ കൺസീൽ ഫ്ലഷ് കാര്യങ്ങൾ കൊടുക്കുന്നെങ്കിൽ നമ്മുടെ അതിൻ്റെ ബെൽറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പൊട്ടിക്കേണ്ടി വരും, കമ്പി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പിന്നീട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു സേഫ്റ്റി പ്രശ്നം കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കി നമുക്കൊരു 4 ഇഞ്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് തന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനും കാര്യങ്ങൾക്ക് സാധിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്പി കാര്യങ്ങളും, അതായത് വാർക്കയുടെ കമ്പി കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാതെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല ഇനി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡൈവർട്ടറിൻ്റെ ഏരിയ ആണ്. ഡൈവർട്ടറിൻ്റെ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളവും പച്ചവെള്ളവും ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒറ്റ ലിവറാണുള്ളത്. പിന്നെ കൊടുത്തിരിക്കുന്നത് റെയിൻ ഷവറാണ്, മുകളിൽ നിന്ന് റെയിൻ ഷവർ. പിന്നെ നമ്മളവിടെ ഒരു ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്, ഹീറ്ററിൻ്റെ ഓപ്ഷൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ റൈറ്റ് സൈഡിൽ കണ്ടോ, ഈ സൈഡിൽ നമ്മൾ ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് കുളിക്കുന്ന ഏരിയയിലായിരിക്കണം നമ്മൾ വെള്ളം പോകാനുള്ള ട്രാപ്പ് കൊടുക്കുന്നത്. ആ ട്രാപ്പിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സോപ്പ് ഡിഷ് കൊടുത്തിരിക്കുന്നത്. അതായത് സോപ്പ് ട്രാപ്പിൻ്റെ മുകളിൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം, അല്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ബാത്റൂമിൽ അപകടങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. ഇങ്ങനൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ഐഡിയയിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ബാത്റൂമുകൾ നമുക്ക് എന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മൾ നമ്മുടെ 2 ഏരിയ നമ്മൾ തിരിച്ചിട്ടിരിക്കുന്നു. കുളിക്കുന്ന ഏരിയ കുറച്ചുകൂടി സാധാരണ ലെവലിലും ഒരു അര ഇഞ്ച് താത്തിയാണ് ഇട്ട് താഴേക്ക് ഫില്ല് ചെയ്തത്. അപ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരാനുള്ള ചാൻസസും കുറവാണ്. പിന്നെ ടേബിൾ ടോപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ടേബിൾ ടോപ്പിൻ്റെ അകത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. ആംഗിൾ കോക്ക്, പിന്നെ വേസ്റ്റ് കപ്ലിങ്, ഒരു വേസ്റ്റ് പൈപ്പ് ഇട്ടിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റിൻ്റെ മുകളിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ മൾട്ടിവുഡിൻ്റെ ഒരു കബോർഡ് സിസ്റ്റം ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാനൈറ്റ് വെച്ചതിന് ശേഷം മൾട്ടിവുഡ് ചെയ്യുമ്പോൾ മൾട്ടിവുഡ് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പൈപ്പിൽ അടിച്ച് കയറാതിരിക്കാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് അളവ് കീപ്പ് ചെയ്യണം. അത് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്റ്റാൻഡേർഡ് അളവിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടിവുഡ് ഉറപ്പിക്കുന്ന സമയത്ത് കാർപ്പൻറ്റേഴ്സ് അവർക്ക് അറിയാൻ സാധിക്കില്ല. അവർ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ ഈ PVC പൈപ്പുമ്പോൾ ഡ്രില്ല് ചെയ്ത് കയറ്റും. പിന്നീട് നമ്മൾ ഈ ടൈല് കാര്യങ്ങളൊക്കെ പൊളിക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെയുള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ലെവലിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരു ഗ്ലാസ് പാർട്ടീഷൻ നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ കൊടുക്കുന്ന സമയത്താണെങ്കിലും പൈപ്പ് ഏതിൽ പോയിന്ന് കറക്റ്റായിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ ചെയ്യാൻ സാധിച്ചാൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ പിന്നീട് ഡ്രില്ല് ചെയ്യുന്നതിന് യാതൊരു തടസ്സമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതല്ല നമ്മളല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗ്ലാസ്സൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് ഡ്രില്ല് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ബാത്റൂമിൻ്റെ സൈസ് 8 അടി, അതായത് 240 സെൻറ്റിമീറ്റർ, 1.5, അതായത് 1.5, അതായത് 150 സെൻറ്റിമീറ്റർ വീതിയും വരാവുന്ന രീതിയിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു ഫൈനൽ സ്റ്റേജിലുള്ള ബാത്റൂം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണ്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ബാത്റൂമിൽ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതിന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, വേറെ ഒന്നുമല്ല, കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കാണണം ഫ്രണ്ട്സ്. കാരണം നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു എനർജി കിട്ടാനായി വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഫ്രണ്ട്സ്, ലൈക്കും കൂടി ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ.